ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് സമോസയാണ്. ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ഡെലീഷ്യസ് റെസിപ്പീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ സമോസ തയ്യാറാക്കാനായിട്ട് 1 കപ്പ് മൈദയാണ് എടുത്തത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ്. ഈ ഓയിൽ മൈദയുടെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷമാണ് ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത്. ആദ്യം തന്നെ കൂടുതൽ വെള്ളം എടുത്ത് ഒഴിക്കരുത്. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും നല്ലതുപോലെ മൈദയുടെ എല്ലാ ഭാഗത്തും മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വീതം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ സമോസ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമുക്ക് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ ഞാനിവിടെ മാവ് നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 15 മുതൽ 20 മിനിറ്റ് വരെ ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ഇതിനുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു കടായിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയുമാണ് ഇപ്പോൾ ചേർക്കുന്നത്. 2 പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചിയുമാണ് ഇപ്പോൾ ചേർത്തത്. ഇഞ്ചിയുടെ ആ പച്ചമണമൊന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം 1/4 കപ്പ് വേവിച്ച ഗ്രീൻ പീസാണ് ഇപ്പോൾ ചേർത്തത്. ഗ്രീൻ പീസ് വേവിച്ചപ്പോൾ ഞാൻ അല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങാണ് ചേർക്കുന്നത്. 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതാണ് ഇപ്പോൾ ചേർത്തത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങും ഈ മസാലയുമായിട്ട് നല്ലതുപോലെ യോജിച്ച് വരണം. ഞാൻ ഈ ഉരുളക്കിഴങ്ങ് കുക്കറിലാണ് വേവിച്ചെടുത്തത്. ഇപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് കുറച്ച് ഈവനിങ് സ്നാക്സിൻ്റെ വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെതുവടയുടെയും ബീറ്റ്റൂട്ട് കട്ട്ലറ്റിൻ്റെയും സാൻഡ്വിച്ചിൻ്റെയും ഒക്കെ റെസിപ്പികളുണ്ട്. താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കാണുക. 1/2 ടീസ്പൂൺ ആംചൂർ പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതുമാണ് ഇപ്പോൾ ചേർക്കുന്നത്. പെരുംജീരകം ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ആംചൂർ പൗഡർ എന്ന് പറയുന്നത് ഡ്രൈ മാംഗോ പൗഡറാണ്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് കാഷ്യൂ നട്ട്സാണ് ചേർക്കുന്നത്. 10 കാഷ്യൂ നട്ട്സ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഇപ്പോൾ ചേർത്തത്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാനുണ്ട്. മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സമോസയുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയാകും. വളരെ എളുപ്പമല്ലേ ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മൈദ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 15-20 മിനിറ്റാണ് നമ്മളത് മാറ്റി വെച്ചിരുന്നത്. ഇനി അതൊന്ന് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ സമോസയുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം.
ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ഇതൊന്ന് പരത്തിയെടുക്കണം. ഈ ഒരു വലുപ്പത്തിൽ പരത്തിയെടുത്താൽ മതി. ഇനി ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കയ്യിൽ അല്പം വെള്ളം നനച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കൈകൊണ്ട് ഇത് നല്ലതുപോലെ പ്രസ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ ഇത് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടിത് പ്രസ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് വയ്ക്കാം. ഫില്ലിംഗ് വെച്ച ശേഷം ഇതിൻ്റെ അറ്റത്ത് വീണ്ടും അല്പം വെള്ളം ഒന്ന് നനച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. 2-3 തവണ നമ്മളിത് ചെയ്ത് വരുമ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം ഒന്ന് ചെയ്യുമ്പോൾ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സമോസയുടെ ആ കറക്റ്റ് ഷേപ്പിൽ കിട്ടും. കണ്ടില്ലേ, സമോസയുടെ ഷേപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും എടുത്ത് ഈ സമോസയുടെ ഫില്ലിങ്ങൊക്കെ നിറച്ച് എടുത്തിട്ട് വരാം. ഞാൻ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ഇതുപോലെ അല്പം ഒന്ന് വെള്ളം ഒന്ന് നനച്ച് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഫോൾഡ് ചെയ്ത ശേഷവും കൈ കൊണ്ട് നല്ലതുപോലെ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഫില്ലിംഗ് വെച്ചിട്ട് വീണ്ടും അതിൻ്റെ അറ്റത്തൊക്കെ ഒന്ന് വെള്ളം കൊണ്ട് നനച്ച ശേഷമാണ് നമ്മളിതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിൽ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ 10 സമോസ നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഇവിടെ 10 സമോസയുടെ ഫില്ലിങ്ങും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുത്താൽ മാത്രം മതി. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സമോസ വറുത്തെടുക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എണ്ണ കൂടുതൽ ചൂടായി പോകരുത്. ഒരു മീഡിയം ചൂടാകുന്ന സമയത്ത് തന്നെ നമുക്ക് ഓരോ സമോസയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇതുകൂടാതെ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റില്ല. കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ച് വിട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ കളർ മാറി വരുമ്പോഴേക്കും ഇത് എണ്ണയിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഇവിടെ നമ്മുടെ സമോസ ഇങ്ങനെ ആദ്യത്തെ ബാച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സമോസയാണിത്. ഈ രീതിയിൽ നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഇനി ഇതുപോലെ ബാക്കിയുള്ള സമോസയും നമുക്ക് ഇതേ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ക്രിസ്മസ് ഒക്കെ ഇങ്ങ് അടുത്തെത്താറായില്ലേ? കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് വേണ്ടി ഈ അടുത്ത ഡേയിൽ ഞാനൊരു കേക്കിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിരുന്നു. ക്യാരറ്റും ഈന്തപ്പഴവും ചേർത്തിട്ടുള്ള നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണത്. പ്ലം കേക്കിൻ്റെ അതേ രുചിയാണ് ആ കേക്കിന്. അപ്പോൾ ഈ ക്രിസ്മസിന് പ്ലം കേക്കിൻ്റെ അതേ രുചിയുള്ള ക്യാരറ്റും ഈന്തപ്പഴവും ചേർത്തുള്ള കേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്താൽ മാത്രം പോരാ കേട്ടോ, അഭിപ്രായങ്ങളും കൂടി അറിയിക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത ബാച്ചും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്താൽ 10 സമോസ നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്